നമസ്കാരം, ചന്ദ്രാബിൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ തേർഡ് ഫേസും 10th പ്രിലിംസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ കഴിഞ്ഞ രണ്ട് പ്രിലിംസ് സ്റ്റേജിന്റെയും കണക്റ്റഡ് ഫാക്ട്സും കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചതും അതിന്റെ കണക്റ്റഡ് ഫാക്ട്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 10th പ്രിലിംസ് സ്റ്റേജ് 3 വരും എന്ന് പറഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരുപാട് പേർക്ക് കിട്ടി എന്ന് പറഞ്ഞു. അപ്പൊ സന്തോഷം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ 3 സ്റ്റേജിലും ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോ 2 സ്റ്റേജിൽ മാത്രം ആവർത്തിച്ച ചോദ്യങ്ങളുണ്ട്, അത് ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും 3ാമത്തെ സ്റ്റേജിലും ആവർത്തിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിൽ എടുക്കുന്നില്ല. അപ്പൊ നിങ്ങൾ 4ാമത്തെ സ്റ്റേജിനെ പ്രിപ്പയർ ചെയ്യുന്നവർ എന്ത് ചെയ്യുക, ആദ്യം അതുകൂടെ ഒന്ന് കണ്ടുപോകുക. ആ കണക്റ്റഡ് ഫാക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ 2 സ്റ്റേജിലും ചോദിച്ച ക്വസ്റ്റ്യനും അതിന്റെ കണക്റ്റഡ് ഫാക്ട്സും ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വേറെ ക്വസ്റ്റ്യൻ മാറ്റി 3rd സ്റ്റേജിലും ചോദിച്ചിട്ടുണ്ട്. അത് എടുക്കുന്നില്ല. ബാക്കി പുതിയതായിട്ട് 3 സ്റ്റേജിലും ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രമേ ഇന്ന് എടുക്കുന്നുള്ളൂ. അതിന്റെ കണക്റ്റഡ് ഫാക്ട്സും ജസ്റ്റ് പറയുന്നുണ്ട്. അപ്പം ഈ ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ അടുത്ത എക്സാംസിന് പോകുമ്പോൾ ഇത്രയും പഠിച്ചിട്ട് പോയാൽ ഉറപ്പായിട്ട് ഇതെന്ന് ചോദിക്കും. 3നും കറക്റ്റ് ആവർത്തിച്ച് ചോദിച്ചത് കൊണ്ട് 4ാമത്തെ സ്റ്റേജിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ടോപ്പിക്കുകൾ ഞാൻ പറയുന്ന ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ നന്നായിട്ട് നോക്കിയിട്ട് പോവുക. അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ നേരെ ഗൂഗിൾ പ്ലേയിലേക്ക് പോകും, നമുക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഒരു നമ്പർ കൊടുത്ത് അത് രജിസ്റ്റർ ചെയ്യാന്നുള്ളത്. അപ്പൊ അതിൽ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻസ് ഒരുപാട് വന്നിട്ടുള്ള കാര്യം നിങ്ങൾക്കറിയാം. അതിന്റെ എല്ലാ കോഴ്സുകളും നമ്മുടെ ആപ്പിൽ റണ്ണിങ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നത്, അപ്പൊ ആ കോഴ്സ് പർച്ചേസ് ചെയ്ത് പഠിക്കുക. ഒരുപാട് സമയമൊന്നുമില്ല, നമുക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ മേലേക്ക് വരാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോ നൊബേൽ പ്രൈസ് ആണ് പറയുന്നത്. 3 സ്റ്റേജിലും നൊബേൽ പ്രൈസ് ചോദിച്ചതാണ് പറയുന്നത്. അപ്പോ 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണെന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചിരുന്നത്. ഓരോ സ്റ്റേജിൽ ചോദിച്ചതാണ് കേട്ടോ. ചിലതിൽ നേരിട്ട് ചോദിക്കും, ചിലതിൽ എന്താണ് സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. വീണ്ടും ചോദിച്ചത് സാഹിത്യത്തിനുള്ളതാണ് കേട്ടോ. 2 എണ്ണം സാഹിത്യത്തിന്റെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചോദിച്ചിട്ടുള്ളത് സമാധാനത്തിനുള്ള, അതായത് 2nd സ്റ്റേജിലാണ് സമാധാനത്തിന്റെ ചോദിച്ചിരുന്നത്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ ഏതൊക്കെയാണെന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് കിട്ടിയത് നിഹോൺ ഹിഡൻക്യോ, ജാപ്പനീസ് സംഘടനയാണ്. ഞാനിത് കഴിഞ്ഞ ക്ലാസ്സിനും പറഞ്ഞിരുന്നു, എന്നാലും ആവർത്തിക്കുന്നേ ഉള്ളൂ. അടുത്ത് സാമ്പത്തിക ശാസ്ത്രത്തിന് കിട്ടിയത് സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ, ഡാരൻ അസമോഗ്ലു. ഇവർക്ക് 3 പേർക്കുമാണ്. വൈദ്യശാസ്ത്രത്തിന് കിട്ടിയത് വിക്ടർ ആംബ്രോസ്, ഗാരി റൌക്കിനാണ്. ഭൗതിക ശാസ്ത്രം ഫിസിക്സിന് കിട്ടിയത് ജോൺ ജെ ഹോഫീൽഡും ജെഫ്രി ഇ ഹിൻഡണുമാണ്. അതുപോലെ കെമിസ്ട്രി അല്ലെങ്കിൽ രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഡേവിഡ് ബക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ എം ജംപറിനാണ്. പിന്നെ ഇത് സാഹിത്യമാണ് നമുക്ക് 2 തവണയായിട്ട് ചോദിച്ചിരിക്കുന്നത്. 2 ക്വസ്റ്റ്യൻ സാഹിത്യവും 1 സമാധാനവുമാണ് ചോദിച്ചിരിക്കുന്നത്. സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ഹാൻകാങ് ആണ്. അപ്പോ നൊബേൽ പ്രൈസ് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് മൊത്തം നോക്കിയിട്ട് പോകുക. എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പാണ് ചോദിക്കുന്നതെങ്കിൽ എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അടുത്ത നദികൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നദികൾ മീൻസ് ജിയോഗ്രഫിയിൽ ഒരുപാട് സംഭവങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. ഒത്തിരി ആവർത്തിച്ച ചോദ്യങ്ങൾ മാത്രം ഞാൻ എടുത്ത് പറയുന്നേ ഉള്ളൂ. ഇപ്പൊ നദി, കേരളത്തിന്റെ വടക്കേറ്റത്തുള്ള നദി, പിന്നെ കേരളത്തിൽ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം നമുക്കറിയാം. കിഴക്കോട്ട് ഒഴുകുന്നത് 3 എണ്ണമാണ്, കബനി, ഭവാനി, പാമ്പാർ. ബാക്കി മൊത്തം 44 എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ 3 എണ്ണം അങ്ങോട്ട്, ബാക്കി 41 എണ്ണം ഇങ്ങോട്ടെന്ന് നമുക്കറിയാം. അത് തിരിച്ചും മറിച്ചും ചോദിച്ചിരിക്കുകയാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടോ. പിന്നെ വീണ്ടും ചോദിക്കുന്ന പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര എന്നൊരു സ്റ്റേജില്, അടുത്ത സ്റ്റേജിൽ എന്താ ചോദിക്കുന്നത്, കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര. ഓക്കെ. അപ്പൊ 2ലും 3ഉം 41 കിടക്കുന്നുണ്ട്, കൺഫ്യൂസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെന്താണ് കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതെന്ന് സെപ്പറേറ്റും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നദികൾ കൃത്യമായി പഠിക്കുക. ഓക്കെ. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഇത് 2ഉം ഒരു സ്റ്റേജിൽ ചോദിച്ചതാണ് കേട്ടോ. ഇത് സെപ്പറേറ്റ് ഈ കഴിഞ്ഞ സ്റ്റേജില് 3rd സ്റ്റേജിൽ ചോദിച്ചതാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം. അത് കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. അത് വളരെ അടുത്ത് നടന്ന സംഭവമാണ്. അപ്പൊ അതും അവർ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്താ, ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോക്കി പഠിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. സാഹിത്യ പുരസ്കാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഫുൾ ഒരു വീഡിയോ ഉണ്ട്, അത് കണ്ടു നോക്കിയാല് ഇനിയിപ്പം അടുത്ത് വരുന്നത് ഈ ഓടക്കുഴലും എഴുത്തച്ഛനും കേരള പ്രഭയൊന്നും അല്ലാതെ കുറച്ച് വള്ളത്തോൾ അങ്ങനെ കുറച്ച് അകത്തേക്കുള്ള, അല്ലെങ്കിൽ പത്മപ്രഭ, അല്ലെങ്കിൽ
അങ്ങനെ കടമ്പനിട്ട അങ്ങനെയൊക്കെ ഒരുപാട് പുരസ്കാരങ്ങൾ അതൊക്കെയാണ് ചോദിക്കുന്നതെങ്കിലോ അപ്പൊ എന്ത് ചെയ്യാ സാഹിത്യ പുരസ്കാരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റഡ് വീഡിയോ ഒരു കുറച്ച് മുന്നേ ബാക്കിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കൃത്യമായി നോക്കി പോയി കഴിഞ്ഞാൽ സാഹിത്യ പുരസ്കാരങ്ങൾ എവിടുന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ കഴിയും. ഓക്കെ ആണ്. അപ്പൊ നമ്മൾ കേരള പുരസ്കാരങ്ങളില് കേരള ജ്യോതി കിട്ടിയത് MK സാനു ആണ്. കേരള പ്രഭ പുരസ്കാരം ഡോക്ടർ സോമനാഥും ഭുവനേശ്വരിയുമാണ്. അത് തന്നെയാണ് ഇതാ ചോദിച്ചിട്ടുമുണ്ട് കേട്ടോ. ഇത് NS മാധവനാണ്. പിന്നെ കേരള ശ്രീ കിട്ടിയത് കലാമണ്ഡലം വിമല മേനോൻ, TK ജയകുമാർ, നാരായണ ഭട്ടതിരി, സഞ്ജു സാംസൺ, ഷൈജ ബേബി, VK മാത്യൂസ്. ഇതൊക്കെ ഓരോ അവരുടേതായ മേഖലകളിൽ കിട്ടിയതാണ്. ആ മേഖലകൾ കൂടി ഓർത്തു വെച്ചിരിക്കണം. കാരണം നേരിട്ടായിരിക്കില്ല ചിലപ്പോ ചോദിക്കുന്നത്, ചിലപ്പോ എന്താ സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട് ചോദിക്കാം. അപ്പൊ എന്ത് ചെയ്യാം, ഈ അവർ ഏത് മേഖലയിലാണ് അവർക്ക് കിട്ടിയതെന്ന് കൂടി നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. പിന്നെ എന്താണ് മെയിൻ ആയിട്ടുള്ള എഴുത്തച്ഛൻ വയലാർ, അതും കൂടി ഒന്ന് നോക്കി വെച്ചേക്കാം. എഴുത്തച്ഛൻ NS മാധവൻ. ഇതിപ്പം 2024 കിട്ടിയത് മാത്രമാണ്. 23, 22 മൊത്തം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കുറച്ച് മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, അതുകൂടി ഒന്ന് നോക്കുക കേട്ടോ. അടുത്ത് വയലാർ അവാർഡ് കിട്ടിയത് അശോകൻ ചെരുവിലാണ്, കാട്ടൂർ കടവ്. ഏത് പുസ്തകത്തിനാണ് കിട്ടിയതെന്ന് കൂടി ഓർത്ത് വെച്ചാൽ മാത്രമേ നമുക്കറിയില്ല. ചിലപ്പോ എന്താ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പം 3 സ്റ്റേജിലും നോക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ഒത്തിരി ചോദിച്ചിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ ഒരുപാട് സമയം എടുക്കുകയും മാത്സ് ചെയ്യാൻ ലേറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞതുപോലെ തന്നെ അറിയുന്ന മാത്സ് പെട്ടെന്ന് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള മാത്സ് എന്ത് ചെയ്യുക, പെട്ടെന്ന് ഒന്ന് അറ്റൻഡ് ചെയ്തതിനു ശേഷം GK വായിച്ചു. അതായത് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് നിങ്ങൾ മാത്സിലേക്ക് എത്തുമ്പോൾ മാത്സിൽ അറിയുന്നത് കൂടെ ചെയ്യാൻ പറ്റാതെ പോകും. അപ്പൊ പെട്ടെന്ന് അറിയുന്നത് മാത്രം ചെയ്ത് മാത്സ് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ GKയിലേക്ക് വന്ന് അത് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, അറിയാത്ത മാത്സ് ഒക്കെ ആണെങ്കിൽ ഒത്തിരി സമയം എടുത്ത് ചെയ്യാൻ ബാക്കി പിന്നെ ചെയ്യാമല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യുക, അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന മാത്സ് കൂടി കിട്ടാണ്ട് പോകും. അതുപോലെ വയലാർ അവാർഡ് അശോകൻ ചെരുവിൽ കാട്ടൂർ കടവാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2024 K ജയകുമാർ പിങ്കള കേശിനിക്കാണ്. അതുപോലെ ഓടക്കുഴൽ പുരസ്കാരം BN ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ്. ഹരിവരാസനം 2024 PK വീരമണിദാസനാണ്. ഓക്കെ, അടുത്ത വന്യജീവി സങ്കേതങ്ങളാണ്. വന്യജീവി സങ്കേതവും എന്താണ്, ദേശീയോദ്യാനങ്ങളും ഒക്കെയാണ്. അപ്പോ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യൻ ജിയോഗ്രഫിയിൽ ഉൾപ്പെടുമ്പോ ഇന്ത്യയിലെ ദേശീയോദ്യാനങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾ 2 പഠിക്കുക. അപ്പം ഞാനിപ്പോ യൂട്യൂബിലെ വീഡിയോയിലാണെങ്കിൽ കേരളത്തിലെ വന്യജീവി സങ്കേതം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത് കാണുക. അല്ലാണ്ട് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ സ്റ്റാൻജറാപ്പിന്റെ കോഴ്സ് ഉള്ളവർക്ക് അറിയാം, അതിൽ എന്ത് ചെയ്യും, ഫുൾ ജിയോഗ്രഫി ഫുൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതിൽ ഇത് ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാം, വന്യജീവി സങ്കേതങ്ങൾ ഒന്ന് നോക്കിയിട്ട് പോവാ. ഇത് മണിപ്പൂരാണ് കേട്ടോ, ഇരവികുളം. നമുക്ക് അത് കൃത്യമായിട്ട് ഞാൻ കേരളത്തിന്റെ വന്യജീവി സങ്കേതം നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് അറിയാമെന്ന് വെച്ചാൽ ജസ്റ്റ് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും. ആ പോർഷൻ അങ്ങ് ക്ലിയർ ആവുകയാണ് ചെയ്യുന്നത്. കുറച്ച് ടൈം വീഡിയോയേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. പിന്നെ എന്താണ്, എളുപ്പമുള്ളതാണ്. സൈലന്റ് വാലി ഒക്കെ സ്ഥിതി ചെയ്യുന്ന ജില്ല നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ എന്ത് ചെയ്യാം, വന്യജീവി സങ്കേതങ്ങള്, ദേശീയോദ്യാനങ്ങള്, അതെല്ലാം ഒന്ന് കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക കേട്ടോ. പിന്നെ മെയിൻ ആയിട്ട് നോക്കേണ്ടതാണ് മണ്ണ്. പക്ഷെ അത് ആരും അത് മണ്ണ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നില്ല. അപ്പൊ മണ്ണ് നിന്ന് കൃത്യമായിട്ടുള്ള ഒരു വീഡിയോ അടുത്ത ദിവസം ഞാൻ ചെയ്യാം, മണ്ണിനെ കുറിച്ച് മാത്രം. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ഇപ്പൊ ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. മണ്ണ് ഇന്ത്യയിലെയും പഠിക്കണം, കേരളത്തിലെയും പഠിക്കണം. മണ്ണ് മൊത്തത്തിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് പഠിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അടുത്ത ദിവസങ്ങളിൽ ഞാൻ മണ്ണ് കംപ്ലീറ്റ് ആയിട്ട് ഒരു വീഡിയോ ഇടാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാവും. ഓക്കെ, അത് കേരള ജിയോഗ്രഫിയിലും മണ്ണ് വരുന്നുണ്ട്, ഇന്ത്യൻ ജിയോഗ്രഫിയിലും മണ്ണ് വരുന്നുണ്ട്. അതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 4 ക്വസ്റ്റ്യൻസ് ആണ് 3 സ്റ്റേജിലും കൂടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെയാണ്. അപ്പൊ എന്ത് ചെയ്യാം, മണ്ണ് നന്നായിട്ട് പഠിക്കുക. പിന്നെ വകുപ്പുകൾ വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് ചിലർക്ക് തോന്നുന്നുണ്ട്. കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ട് പോയാലും കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓപ്ഷൻ വൈസ് കട്ട് ചെയ്ത് ചെയ്യാം എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യാം, അപ്പൊ അങ്ങനെയും നമുക്ക് കിട്ടും. അപ്പൊ ഇതിൽ തന്നിട്ടുള്ളത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. കറക്റ്റ് നമ്മൾ മൗലിക അവകാശങ്ങൾ പഠിക്കുമ്പോൾ അതിലുള്ളത് തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യാം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് 19 മുതൽ 22 വരെയാണ്. സമത്വത്തിന് ഉള്ള അവകാശം എന്ന് പറയുന്നത് 14 മുതൽ 18 വരെയാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് 25 മുതൽ 28 വരെയാണ്. ചൂഷണത്തിനുള്ളത് എന്താണ്, 23, 24 അപ്പൊ അത് കൃത്യമായി പഠിച്ചു വെച്ചേക്കുക. ആർട്ടിക്കിളുകളും വകുപ്പുകളെല്ലാം കൃത്യമായി വീണ്ടും ചോദിച്ചിട്ടുണ്ട് വകുപ്പുകൾ. 25 മുതൽ 28 വരെ വകുപ്പുകൾ ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏതെന്നാണ് കേട്ടോ.
ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശം, മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാപന ജംഗമ സ്വത്തുക്കൾ ആർജിക്കാനുള്ള അവകാശമുണ്ട്. ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം. അതാണ് ഇതിലെന്താണ് പെടാത്തത് കേട്ടോ. പിന്നെ അടുത്തും ചോദിച്ചിട്ടുണ്ട്. ഇത് സെക്കൻഡ് സ്റ്റേജ് അല്ല, ഇതാണ് സെക്കൻഡ് സ്റ്റേജിൽ ചോദിച്ച ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് തേർഡ് സ്റ്റേജിലാണ്. അപ്പൊ വീണ്ടും വകുപ്പുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ജസ്റ്റ് ഓപ്ഷനിൽ തന്നെ എഴുതാം. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ അൺടച്ചബിലിറ്റി നമുക്ക് അറിയാം 17 ആണ്. അടുത്ത് ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം നോക്കുമ്പോൾ വകുപ്പ് 21 വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നമ്മൾ പണ്ടേ പഠിക്കുന്നുണ്ട് 21A. പിന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും, ബാക്കിയുള്ളത് അത് തന്നെയാണ്. ഓക്കെ, അപ്പം എന്ത് ചെയ്യാ, വകുപ്പുകൾ കൃത്യമായി പഠിച്ചിട്ട് പോവുക. എല്ലാ സ്റ്റേജിലും എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മെയിൻ ആയിട്ടുള്ളതാണ് ദേശീയ ഗീതവും ചോദിക്കുന്നുണ്ട്, ദേശീയ ഗാനം ചോദിക്കുന്നുണ്ട്, ദേശീയ പതാകയും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു മണ്ണ് ഞാൻ അടുത്ത ദിവസങ്ങളിൽ വീഡിയോ ഫുൾ ആയിട്ട് ഇടാന്ന് പറഞ്ഞു. അതുപോലെ ഈ ദേശീയ പതാക, ദേശീയ ഗീതം, ഗാനം അത് ചേർത്തിട്ട് ഒരു വീഡിയോ കൂടെ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത എക്സാം നിങ്ങൾക്ക് 8-ാം തീയതി ആണല്ലോ. അപ്പൊ അതിന് മുമ്പ് അത് കംപ്ലീറ്റ് ചെയ്ത് തരാം. അപ്പൊ എന്ത് ചെയ്യാം, അതുകൂടി ഒന്ന് കണ്ടിട്ട് പോവുക കേട്ടോ. അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മൾ ഇപ്പൊ കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് മാത്രമായി, അപ്പൊ അത് കംപ്ലീറ്റ് ആവില്ല. സോ അതുകൊണ്ടാണ് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് തരാന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ വന്ദേ മാതരം എഴുതിയത് എന്താണെന്ന് അറിയത്, ദേശീയ ഗീതം, ഇതും ദേശീയ ഗീതമാണ്. വന്ദേ മാതരം എഴുതിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇത് സെക്കൻഡ് സ്റ്റേജിൽ ചോദിച്ചതാണ് കേട്ടോ. ദേശീയ ഗീതം ആരാണ് രചിച്ചത്, അങ്ങനെ ഫുൾ അത് തന്നെയാണ് ചോദിക്കുന്നത്. പിന്നെ നിങ്ങൾ നോക്കിയിട്ട് പോകാനുള്ള മെയിൻ ആയിട്ടുള്ളതാണ് പത്രങ്ങള്. പത്രം സ്ഥിരമായി ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഫസ്റ്റ് സ്റ്റേജിലും സെക്കൻഡ് സ്റ്റേജിലും ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല എന്ന്. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് ഇന്ത്യൻ നവോത്ഥാനവും കേരള നവോത്ഥാനവും. അതില് വാഗ്ഭടാനന്ദനാണ് കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, വാഗ്ഭടാനന്ദൻ്റെത് കുറച്ച് നന്നായിട്ട് നോക്കുക. അതായത് ഇന്ത്യൻ നവോത്ഥാനവും നോക്കാം. മറ്റേ രാജാറാം മോഹൻ റോയിയുടേത് കഴിഞ്ഞ എക്സാമിന് വന്നു, അതിന് മുന്നത്തെ എക്സാമിന് വന്നു. ഞാൻ അത് കൃത്യമായിട്ട് പത്രങ്ങള്, പുള്ളിയുടെ രാജാറാം മോഹൻ റോയിയുടെ പത്രങ്ങൾ അതൊക്കെ നോക്കിയിട്ട് പോവാ. അപ്പൊ ഇന്ത്യൻ നവോത്ഥാനവും കേരള നവോത്ഥാനവും നോക്കിയിട്ട് പോവാ. അതൊന്ന് ഒത്തിരി ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, സ്റ്റേറ്റ്മെന്റും വരുന്നുണ്ട്, അല്ലാത്ത ക്വസ്റ്റ്യനും വരുന്നുണ്ട്. സോ അത് നന്നായിട്ട് നോക്കിയിട്ട് പോവാ. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മന്ത്രികള് കഴിഞ്ഞ സ്റ്റേജിൽ, അതായത് തേർഡ് സ്റ്റേജിൽ 2 മന്ത്രികളാണ് ചോദിച്ചത്. കായിക വകുപ്പ് മന്ത്രിയും ചോദിച്ചു, വേറെ ഒരു മന്ത്രിയും ചോദിച്ചിരുന്നു. സെക്കൻഡ് സ്റ്റേജിൽ മന്ത്രികൾ ചോദിച്ചിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യുക, കേരള മന്ത്രികള് കൃത്യമായി നോക്കിയിട്ട് പോവുക. അത് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാത്തതാണ്. വേണമെങ്കിൽ ഞാൻ അതൊരു വീഡിയോ ആയിട്ട് എല്ലാ മന്ത്രിമാരും വകുപ്പുകളും അങ്ങനെ ഇടാം. അപ്പൊ കേരള മന്ത്രിമാര് നോക്കിയിട്ട് പോവുക. പിന്നെ ഭരണഘടനയിൽ എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത്, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഈ പറഞ്ഞ പോലെ വകുപ്പുകളും ആർട്ടിക്കിളുകളും അങ്ങനത്തെ കുറച്ചും. പിന്നെ നോക്കാനുള്ളത് കലാപങ്ങളാണ്. കലാപങ്ങൾ എല്ലാത്തിലും ചോദിക്കുന്നുണ്ട്. പിന്നെ കേരളത്തിലെത്തി വരുമ്പോഴത്തേനും വൈക്കം സത്യാഗ്രഹം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങള്, നവോത്ഥാന നേതാക്കളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതും അല്ലാതെ ഈ കലാപത്തിന് നേതൃത്വം വഹിച്ച അങ്ങനെയുള്ളവര് കുറച്ച്. അപ്പൊ കലാപങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. പിന്നെ ഇന്ത്യൻ ജിയോഗ്രഫിയാണ് മെയിൻ ആയിട്ട് നോക്കേണ്ട. ഈ കാർഷിക വിളകൾ നോക്കുക. കാർഷിക വിളകൾ അതുമായിട്ട് ബന്ധപ്പെട്ടത്. പിന്നെ ബ്രിക്സ് ഉച്ചകോടി ഉണ്ട്, പക്ഷെ അത് തേർഡ് സ്റ്റേജിന് ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറയുന്നത്. ഉച്ചകോടികൾ ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നന്നായിരിക്കും. പിന്നെ ഇന്ത്യൻ ജിയോഗ്രഫി, ഉത്തര മഹാസമതലം അത് നോക്കുക. ഈ ഇരുമ്പുരുക്കുശാല, ആണവശാലകൾ അത് നോക്കിയിട്ട് പോവുക. അപ്പൊ അതൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷെ നമുക്കത് കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആവുന്നതാണ്. അത് നോക്കുക. പിന്നെ ഡാമുകൾ നോക്കുക. ഡാമിന്റെ കഴിഞ്ഞ കണക്റ്റഡ് ഫാക്ട്സ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞിരുന്നു ഡാമുകൾ. അപ്പൊ ഇത്രയും ഒക്കെ നോക്കിയിട്ട് പോകുമ്പോ തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരുവിധം എഴുതാൻ പറ്റും. അതുപോലെ ഈ ഫിസിക്സ് കെമിസ്ട്രിയിൽ നമ്മുടെ വൈദ്യുതോർജ്ജം എന്താകുന്നു, ഗതികോർജ്ജം അങ്ങനെയൊക്കെയുള്ള സംഭവമുണ്ടല്ലോ. ഇത് താപോർജ്ജം, വൈദ്യുതോർജ്ജം, അത് 2 ഘട്ടങ്ങളിലായി ചോദിച്ചു വരുന്നുണ്ട്. സോ അത് നോക്കുക. പിന്നെ ബാക്കി മാത്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. പിന്നെ കറണ്ട് അഫയേഴ്സ് പദ്ധതികൾ ചോദിക്കുന്നുണ്ട്. ഒരുപാടൊന്നും ചോദിക്കുന്നില്ല, പക്ഷെ ഓരോ പദ്ധതികളും എല്ലാ പ്രാവശ്യവും ചോദിക്കുന്നുണ്ട്. ബാക്കി ഈ പറഞ്ഞതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം റിപ്പീറ്റഡ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഈ കണക്റ്റഡ് ഫാക്ട്സ് പഠിച്ചിട്ട് പോയാൽ തന്നെ എന്ത് ചെയ്യാം, 4ാമത്തെ സ്റ്റേജിൽ നിങ്ങൾക്ക് ഒരുവിധം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഈ മണ്ണും അടുത്ത ദേശീയ പതാക ഗീതമൊക്കെ അടുത്ത ദിവസങ്ങളിൽ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.